ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റ് പേട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു സാഫ്രോൺ മിൽക്ക് പേടയാണ്. ഇത് വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ദീപാവലിയുടെ കാലമൊക്കെയാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ പേട ഇനി പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് പാലാണ്, ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഇത് കാച്ചിയ പാലാണ്. 1/4 കപ്പുണ്ട്. 1 കപ്പ് പാൽപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. പാൽപ്പൊടി മൊത്തമായിട്ടൊന്ന് വെറ്റായി കിട്ടണം. അപ്പോൾ 1/4 കപ്പ് പാൽ മതിയാവില്ല, അപ്പോൾ ഒരു 1/4 കപ്പ് പാലൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തം 1/2 കപ്പ് പാലാണ് 1 കപ്പ് പാൽപ്പൊടിയിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കട്ടകളൊന്നും അധികം ഇല്ലാത്ത പോലെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് വിസ്കാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. അപ്പോൾ നമുക്കിനി വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം പെട്ടെന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഒരു പിഞ്ച് സാഫ്രോൺ ഉണ്ട്, കുങ്കുമപ്പൂവ്. അതൊരു 4 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലിലേക്കാണ് ഞാൻ ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് എന്നിട്ട് നമുക്കിത് വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഒരു പാൻ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നെയ്യിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇത് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പേടയുടെ അതേ ടേസ്റ്റ് ഉണ്ടാവും, അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക്സ് എല്ലാം അറിയിക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ച് പഞ്ചസാര കൂട്ടിയിട്ടാലും മതി. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തത്. നന്നായിട്ട് ഇപ്പം മിക്സായി വന്ന് ഏകദേശം തള വരുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാൽപ്പൊടിയും പാലും ചേർത്തിട്ടുള്ള ആ മിശ്രിതം കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പം അത് മുഴുവൻ ഞാൻ ആഡ് ചെയ്തു. ഇനി നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൈ വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് ഇതിലെ കൂടെ തന്നെ ചേർക്കണം. ഓക്കെ, ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം. ഇത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. 4 ഏലക്ക കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ പഞ്ചസാര പൊടിച്ചെടുത്തത്. നന്നായിട്ട് പൊടിയണം. അതോടെ ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയിലേക്ക് എത്തണം. ഇതാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സാഫ്രോൺ മിൽക്കിൻ്റെ മിക്സ്ചർ. കുങ്കുമപ്പൂവിൻ്റെ ആ മിക്സ്ചറും കൂടി ഞാൻ ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് ഇളക്കുവാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് കുങ്കുമപ്പൂ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. എന്നാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാധാരണ പേട പോലെ തന്നെ ടേസ്റ്റുള്ള പേടയാവും ഇത്. നമ്മൾ പണ്ട് ജമ്മുവിൽ ടൂർ പോയപ്പോൾ കുറച്ച് കുങ്കുമപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഇതൊരു സെമി സോളിഡ് ടെക്സ്ചറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം 25 മിനിറ്റോളം എടുത്തു ഇത് ഈ ടെക്സ്ചറിലായി കിട്ടാനായിട്ട്. ഇനി ഞാനിതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റുവാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പാത്രത്തിലൊന്ന് എണ്ണ ഗ്രീസ് ചെയ്തിട്ട് ഏത് പാത്രത്തിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ല. എണ്ണയല്ല, നെയ്യാണ് നമ്മൾ ഗ്രീസ് ചെയ്യേണ്ടത്. ഇനി കയ്യിൽ നമ്മൾ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് പേട ഓരോന്നായി ഉരുട്ടി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റൗണ്ടായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്.
ഇനി നമുക്ക് ബദാം വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതിപ്പോൾ 1 കപ്പ് പാൽപ്പൊടിയും 1/2 കപ്പ് പാലും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ 15 പേടയോളം നമുക്ക് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പേടകളാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പേടയൊക്കെ റെഡിയായി കഴിഞ്ഞു. പേട റെഡി ആയതിനു ശേഷം ഒരു നല്ല അടപ്പുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളത് കഴിക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടെക്സ്ചർ. ഈ നെയ്യൊക്കെ പേട ഉള്ളിലേക്ക് വലിച്ചെടുക്കും. എന്നിട്ട് ഒരു അടിപൊളി പേടയുടെ ടെക്സ്ചറിലേക്ക് വരാൻ ഒരു 10 മണിക്കൂർ സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ പേടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം. ഹാപ്പി ദിവാലി.